ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS ഡ്രീംസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന നമ്മുടെ കലാത്തി പ്ലാന്റിൻ്റെ പരിപാലനവും വളപ്രയോഗവും അതിന് കൊടുക്കുന്ന നമ്മുടെ കെയറും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കലാത്തിയ ചെടി നമുക്ക് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ സെറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു 2-3 വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ കാണുന്നത് പേപ്പർ കലാത്തി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് കലാത്തിയ പ്ലാന്റ്സ്. ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ലീഫ് തന്നെയാണ് കൂടുതൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം വെയിൽ സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫ് കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡോർ ആയിട്ടാണ് കൂടുതൽ ഈ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. പുറത്താണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഒരു പ്ലാന്റ് പുറത്താണ് ഔട്ട്ഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒട്ടും വെയിലടിക്കാത്ത രീതിക്കുള്ള ഭാഗത്ത് വേണം നമ്മൾ ഈ ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ പലതരത്തിലുള്ള കലാത്തിയ പ്ലാന്റ്സിൻ്റെയും പ്രൊപ്പഗേഷൻ പല രീതിക്കാണ്. നമ്മുടെ ഈ ഒരു വെറൈറ്റി പീക്കോ കലാത്തി എന്നാണ് നമ്മുടെ ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു വെറൈറ്റി കലാത്തി നമ്മൾ മെയിനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ചുവടിൽ നിന്ന് വരുന്ന തൈകൾ നമ്മൾ ഇളക്കി വെച്ചിട്ടാണ് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലാന്റ് ഇതുപോലെ ചട്ടിയിൽ തിക്കായിട്ട് തന്നെ വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റി അല്ല. ഇത് കുറച്ചൊരു ലെങ്ത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ വരുന്നത്. ഇത് ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഡബിൾ ഷെയ്ഡായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കാണാൻ, കണ്ടോ. അതുമാത്രമല്ല ഈ കാണുന്ന ഗ്രീൻ കളർ, ഡാർക്ക് ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ കുറച്ച് ലീഫ് പൊങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പോർഷൻ, ഈ വൈറ്റ് കളറൂടെ വരുന്ന ഭാഗം കുറച്ച് താന്നിട്ടുമാണ്. അതുപോലെ നമ്മുടെ ലീഫിൻ്റെ അടിഭാഗം എന്ന് പറയുന്നത് കണ്ടോ, നല്ല വയലറ്റ് കളറാണ്. ഈ കാണുന്ന അടുത്തൊരു വെറൈറ്റി കലാത്തിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതുമൊക്കെ അത്യാവശ്യം ചട്ടിയിൽ നല്ല തിക്കായിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. പക്ഷേ നമ്മുടെ നേരത്തെ കണ്ട കലാത്തിയ പ്ലാന്റിന് ഇതിനൊരു വ്യത്യാസം എന്ന് ഇതിൻ്റെ ലീഫിൻ്റെ ഡിസൈനാണ്. കണ്ടോ, ഇതുപോലെയാണ് എൻ്റെ ലീഫിൻ്റെ ഡിസൈൻ വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫ് വരുന്നത്. അപ്പോൾ ഈ ഒരു കലാത്തിയ പ്ലാന്റ് നമ്മൾ മെയിനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് ചുവട്ടിൽ നിന്ന് വരുന്ന തൈകൾ ഇളക്കി വെക്കാറുണ്ട്. അതുപോലെ ഇത് ഫ്ലവറിങ് ആവുന്ന വെറൈറ്റിയാണ്. അപ്പോൾ പൂക്കൾ കഴിഞ്ഞിട്ട് അത് തൈകളായിട്ട് മാറാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാന്റ്സ് ആ പൂവ് മാറി തൈകളായതിന് നമ്മൾ കുറച്ച് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആ പ്ലാന്റ്സ് ഒന്ന് കാണാം. ഇവിടെ കുറച്ച് പോട്ടുകളിലാക്കി ഞാൻ ഇതുപോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ്. കണ്ടോ, ഇതെല്ലാം പൂക്കൾ മാറിയിട്ട് നമുക്ക് തൈകളായിട്ട് കിട്ടിയതാണ്. ഇതൊക്കെ ഞാൻ ചെറിയൊരു കവറിലാണ് നട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്, കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വലിയ പോട്ടുകളിലേക്ക് മാറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇതൊക്കെ ഒരൊറ്റ പൂവിൽ നിന്ന് നമുക്ക് കിട്ടിയ തൈകളാണ്. ഒരു ചെടിയിൽ ഒരു ഞെട്ടിങ്ങനെ ഒഴിന്ന് വന്നിട്ട് അതിൽ തന്നെ ഒരുപാട് പൂക്കൾ നിൽക്കും. അപ്പോൾ ആ പൂക്കളെല്ലാം ഇതുപോലെ തൈകളായതാണ്. ഞാൻ ചുവടെ ഒന്ന് കാണിച്ചു തരാം, കണ്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കിപ്പോൾ പിരിച്ച് വെക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പൂക്കളിൽ നിന്നാണ് നമുക്ക് പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഒരുപാട് തൈകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ ടൈമിലും നമ്മുടെ ഈ ഒരു പൂവുകൾ ഈ ചെടിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. സീസണിലാണത്. അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫുകൾ വരുന്നത്, കണ്ടോ. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, പഴയ ലീഫുകൾ ഇതുപോലെ ഉണങ്ങി നിൽക്കാറുണ്ട്, കണ്ടോ. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള മദർ പ്ലാന്റ് ആണ്, കലാത്തിയ. അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ടുണ്ട്. ഒരുപാട് ചട്ടിൽ ഇപ്പോൾ തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് റീപോർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫുകൾ വരുന്നത്. ഈ കാണുന്ന പോലെ നമ്മുടെ പ്ലാന്റിൽ പൂവുകൾ വരുന്നത്. ഇപ്പോൾ ഉണങ്ങിപ്പോയൊരു പൂവാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ സൈഡ്, ഈ പൂക്കളുടെ ഓരോ വശങ്ങളിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഒറ്റ സെക്ഷനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അടുത്ത ഒരു വെറൈറ്റി കലാത്തിയാണിത്. ഇത് പേപ്പർ കലാത്തി എന്നാണ് പറഞ്ഞാൽ. വൈറ്റ് കളറിൽ പേപ്പർ പോലെയാണ് നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ വരുന്നത്, കണ്ടോ. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമായി വീഡിയോ എടുത്ത സമയം, അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചൊന്ന് അടഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ മെയിനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇതിൻ്റെ ചുവട്ടിൽ വരുന്ന തൈകൾ ഇളക്കി വെച്ചിട്ടാണ്. ഇതിൻ്റെ ബോർഡർ പോലെ ഇതിൻ്റെ സൈഡിലായിട്ട്, ലീഫിൻ്റെ സൈഡിൽ വശങ്ങളിലായിട്ട് ഇതുപോലെ ഒരു ഡാർക്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഈ ഒരു ലീഫിൻ്റെ അടിഭാഗം നല്ല വയലറ്റ് കളറിലാണ് വരുന്നത്, കണ്ടോ. അപ്പോൾ ഈ ഒരു കലാത്തിയ ചെടികൾ നമ്മൾ മെയിനായിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണം വെച്ചാലും ഇതിൻ്റെ ലീഫുകളിൽ വെയിലടിക്കരുത്. വെയിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് ലീഫിൻ്റെ വശങ്ങളായിട്ട് കരിഞ്ഞ് ഉണങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മൾ നനയ്ക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഇലകളും ഒക്കെ നനയുന്ന രീതിക്ക് വേണം നമ്മൾ നനച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഒരു പ്രത്യേക അട്രാക്ഷനാണ് നമ്മുടെ കലാത്തിയ ചെടികൾ എന്ന് പറയുന്നത്. കലാത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് പ്ലാന്റ് നഴ്സറികളിൽ വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ മെയിനായിട്ടും ഇതിൻ്റെ 3 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. ഇപ്പം
അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ ഡെയിലി നനയ്ക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിതിന് പോട്ടി മിക്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പോട്ടി മിക്സ് നമ്മൾ ഒരുപാട് ചെളി കെട്ടുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് എടുക്കരുത്. അതുമാത്രമല്ല നമ്മുടെ നടുന്ന പോട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ളതായിരിക്കണം. നന്നായിട്ട് ഡ്രെയിനേജ് കിട്ടുന്ന രീതിക്ക് നമ്മൾ നന്നായിട്ട് ഈ ഒരു പോട്ടിൻ്റെ അടിഭാഗത്ത് ഹോളുകൾ ഇട്ട് കൊടുക്കുക. അതുപോലെ പോട്ട് ചെയ്യുമ്പോൾ ഞാൻ മെയിനായിട്ടും ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും അതുപോലെ മണലിട്ട് കൊടുക്കാറുണ്ട്. മണലിടുമ്പോൾ നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കലാത്തി ചെടിയിൽ പൊതുവെ വലിയ കീടശല്യങ്ങളൊന്നും അങ്ങനെ കണ്ടുവരാറില്ല. ചില സമയങ്ങളിൽ നമ്മൾ വെള്ളമൊക്കെ പോട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരുപാട് വെള്ളം നനവ് ഈർപ്പം നിലനിന്ന് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ ഒരു പ്ലാന്റ് ചുവട്ടിലുള്ള തൈകൾ അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വലിയ കീടശല്യമൊന്നും നമ്മുടെ ഈ ഒരു ചെടിയിൽ അങ്ങനെ കണ്ടുവരാറുമില്ല. മെയിനായിട്ട് നമ്മുടെ ഈ ഒരു കലാത്തി ചെടിയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ലീഫ് തന്നെയാണ്. അതുപോലെ ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കും എന്നുള്ളത് മറ്റൊരു ഘടകമാണ്. നമ്മൾ റീപോർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പുതിയ തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ കലാത്തി ചെടിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് പ്ലാന്റ് നഴ്സറികളിൽ വാങ്ങിക്കാനായിട്ട് പല കലാത്തിയ പ്ലാന്റ്സിനും പല റേറ്റിലാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല റേറ്റുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ കലാത്തിയ എന്ന് പറയുന്നത്. നമ്മുടെ കലാത്തിയുടെ സൈഡിലെടുത്ത നമ്മുടെ സ്നേക്ക് പ്ലാന്റ്സ് നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ പുതിയ തൈകൾ വന്നിട്ടുണ്ട്, കണ്ടോ. പുതിയ 2 തൈകൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡെയിലി നമ്മൾ നന്നായിട്ട് ഒരു പ്ലാന്റ് തണിച്ചോടെ നമ്മുടെ ചെടി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ നടുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ടിൽ നടാനും ശ്രദ്ധിക്കണം. വാവട്ടമുള്ള പോട്ടിലാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് പുതിയ തൈകൾ നമുക്ക് ഈ ഒരു പ്ലാന്റിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചട്ടിയിലാണെങ്കിൽ അത്യാവശ്യം ഇതുപോലെ നന്നായിട്ട് കവറായി നിൽക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതുപോലെ പല പല ഡിസൈനിലാണ് നമ്മുടെ കലാത്തിയുടെ ലീഫുകൾ വരുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ കലാത്തിയ പ്ലാന്റ്സിൻ്റെയും നടിയിൽ രീതിയൊക്കെ ഏകദേശം സിമിലറാണ്. നമ്മുടെ ഈ ഒരു പേപ്പർ കലാത്തി അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരുന്ന പ്ലാന്റ് അല്ല, ബുഷിയായിട്ട് നിൽക്കുന്നതാണ്. ഇത്ര പൊക്കേ വരാറുള്ളൂ നമ്മുടെ ഈ ഒരു പ്ലാന്റിന്. ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, കുറച്ച് ദിവസം മുമ്പ് ഞാൻ റീപോർട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ടെക്കോമയുടെ പ്ലാന്റാണ് ഈ കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ഉണ്ട്. നമ്മൾ കംപ്ലീറ്റ് മണ്ണെല്ലാം മാറ്റിയിട്ടായിരുന്നു നമ്മുടെ പ്ലാന്റ് പോട്ടിലേക്ക് നട്ടിട്ടുണ്ടായിരുന്നത്. കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു ലീഫ് പോലും പൊഴിഞ്ഞൊന്നും പോയിട്ടില്ല നമ്മുടെ പ്ലാന്റിൻ്റെ. അപ്പം നമ്മുടെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന പ്ലാന്റ്സിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള പോട്ടിങ് മിക്സ് എന്തൊക്കെയാണ്, നടീ രീതി എന്തൊക്കെയാണ് നമ്മളൊരു വീഡിയോ ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക. അപ്പോൾ ഏകദേശം 1-2 ആഴ്ചയ്ക്കകത്തേ ആവുള്ളൂ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ചിട്ട്. പുതിയ മുട്ടുകളെല്ലാം നന്നായിട്ട് അന്ന് കുഞ്ഞു മുട്ടുകളായിരുന്നു, അതെല്ലാം വലിപ്പത്തിലായിട്ടുണ്ട്. കണ്ടോ, പൂക്കളും വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് ഒരു കാരണം വെച്ചാൽ നമുക്ക് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന പ്ലാന്റ്സ് നശിച്ചു പോകാതെ ഇതുപോലെ നട്ട് വളർത്തി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ മണ്ണെല്ലാം മാറ്റിയിട്ട് റീപോർട്ട് ചെയ്ത് വെച്ച വയലറ്റ് മുല്ല പ്ലാന്റാണ് ഈ കാണുന്നത്. കണ്ടോ, അപ്പോൾ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഇതുപോലെ നമുക്ക് ഏതൊരു പ്ലാന്റും നമുക്ക് നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രോപ്പറായിട്ട് നട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അന്ന് മാറ്റി നട്ടിരുന്ന അരേലിയ പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ അവൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒന്ന് വലിപ്പത്തിലായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം നമ്മൾ മണ്ണ് മാറ്റിയതിന് ശേഷം നമ്മൾ മുമ്പ് മാറ്റി വെച്ചിരുന്ന അഡേനിയം പ്ലാന്റാണിത്. കണ്ടോ, നമ്മൾ എടുക്കുന്ന പോട്ടി മിക്സ് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത്. പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് നടുന്നതിനൊപ്പം എന്തെങ്കിലും തരത്തിലുള്ള പച്ചക്കറികളിലൂടെയൊക്കെ നട്ടെടുക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ചീരത്തൈകളാണ് ഈ കാണുന്നത്. കണ്ടോ, ചെറിയ തൈകൾ നമ്മൾ ഇളക്കി നട്ടിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു സൈസിലായിട്ടുണ്ട്. എൻ്റെ തക്കാളി ഇപ്പോൾ ഫ്ലവറിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്ലാന്റ്സും നമുക്ക് നട്ടെടുക്കുമ്പോൾ കിട്ടുന്ന പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ്.
നമ്മുടെ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് ആണെങ്കിലും ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള കലാത്തിയ പ്ലാന്റ്സും നമ്മൾ വെയിലൊരല്പം പോലും ലീഫിൽ അടിക്കാത്ത രീതിക്ക് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പൊതുവെ ഏത് തരത്തിലുള്ള വളങ്ങളും നമുക്കൊരു പ്ലാന്റിന് കൊടുക്കുന്നുണ്ട് പ്രശ്നമില്ല. ഞാൻ ഇടയ്ക്കൊക്കെ നമ്മുടെ വേപ്പൻ പുണ്ണാക്ക് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അത് ലിക്വിഡ് ഫോമിലാക്കിയിട്ട് ഡൈല്യൂട്ട് ചെയ്ത് നന്നായിട്ട് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ കലാത്തിയ പ്ലാന്റ്സിന് കൊടുക്കുന്ന പരിപാലനവും വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.